എന്താ ഭാവേ, പിന്നെ എന്നെ എത്ര തവണ ഫോൺ ചെയ്തു, നീ എന്താ ഫോൺ എടുക്കാതിരുന്നത്? എന്താണ്, ബസ്സിലായിരുന്നെന്നോ? ബസ്സിലാണെങ്കിലും ഫോൺ അടിക്കുന്ന കേൾക്കാൻ സാധിക്കില്ലേ നിനക്ക്? ഒരു 6-7 തവണ ഞാൻ വിളിച്ചല്ലോ. എന്നിട്ട് ഈ അരമണിക്കൂർ കഴിഞ്ഞാൽ നീ എനിക്ക് മറുപടി അടക്കുന്നത്. എന്ത് ഇപ്പോഴാണ് കണ്ടതെന്നോ? എടി, നിന്നോട് ഞാൻ എന്ത് ചോദിക്കുമ്പോഴും നിനക്കുള്ള സ്ഥിരം ഒരു മറുപടിയാണ്, ഏട്ടാ അറിഞ്ഞില്ല, ഏട്ടാ കണ്ടില്ല, ഏട്ടാ മറന്നുപോയി. ഇതൊരു സ്ഥിരം രോഗമാണല്ലോ നിനക്ക്. അല്ല അത് പോട്ടെ, നീ ആ ചായക്കട 3 മണിയായപ്പോൾ പൂട്ടിയിട്ട് ഇറങ്ങിയതല്ലേ? ഇപ്പോൾ മണി എത്രയടി? 6 മണിയായി. 6 മണിക്കാണോ വീട്ടിലേക്ക് കയറി വരുന്നത്? എന്ത് കടിയും ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നോ? അതെന്ന് തുടങ്ങി? നീ എന്നോട് പറഞ്ഞില്ലല്ലോ. ഈ കടിയുടെ പരിപാടി, ചായയുടെ പരിപാടിയൊക്കെ എന്ന് തുടങ്ങി? ഒരാഴ്ചയെന്ന്. അപ്പോൾ അലമാരി ഇവിടെ നിന്ന് കിട്ടി? വാങ്ങിച്ചെന്നോ? അതിനുള്ള പണം നിനക്ക് ഇവിടെ നിന്ന് കിട്ടി? എടി, നീ എന്നോട് ഒരു കാര്യം പറയാതെ എല്ലാം ഒളിവിലല്ലേ ചെയ്യുന്നത്? ആ ഏട്ടന് വട്ടാടി, ഏട്ടന് വട്ടാണ്. കാര്യം പറയുന്ന ഏട്ടന് വട്ടാണ് കേട്ടാ. ഞാനത് വിൽക്കാൻ വേണ്ടി ഇരുന്നതാണെന്ന്. അത് ശരി. എന്നിട്ടെല്ലാം വിറ്റാ? ലക്ഷക്കണക്കിന് രൂപ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. 1000 രൂപ ഏട്ടന് തന്നേ. എന്ത് ഇല്ലെന്നോ? പിന്നെ നീ എന്ത് ഉണ്ടംപരി വിൽക്കാനടി അവിടെ ഇരുന്നത്? ഇത് ഒരു കാര്യം പറഞ്ഞേക്കാം, വെറുതെ ഇല്ലാത്ത നുണയം പറഞ്ഞ് ലോൺ മുഴുവൻ തെണ്ടി കിടന്നിട്ട് ഇങ്ങോട്ട് കയറി വരാൻ പറ്റില്ല. എങ്ങോട്ടാന്ന് വെച്ചാൽ ഇറങ്ങിപ്പോയിക്കോട്ടാ. നാളെ മുതൽ കൃത്യം 4 മണിയാകുമ്പോൾ വീട്ടിലുണ്ടാവണം. വെറുതെ അല്ല നീ ആ കൊച്ചിനെ ട്യൂഷന് വിട്ടിട്ട് തെണ്ടാൻ വേണ്ടി നടക്കണത്. ഇതിനു വേണ്ടിയല്ല നീ ആ കൊച്ചിനെ ട്യൂഷൻ കൊണ്ടാക്കിയത്. കൊള്ളാം. എനിക്ക് തോന്നി എന്തോ പന്തികേടുണ്ടെന്ന്. അതാകുമ്പോൾ അവൾ വന്നിട്ട് ഉടനെ ട്യൂഷൻ പോയിക്കോളും. പിന്നെ 7 മണിയാകുമ്പോൾ അവൾ വരുള്ളൂ. അതുവരെ നിനക്ക് തെണ്ടി കിടക്കാം അല്ലേ? നാളെ നീ കൃത്യം 4 മണിക്ക് വീട്ടിലുണ്ടാവണം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് അറിയും നീ.